ഞാനിപ്പോഴും എൻ്റെ ഡ്രൈവിൽ കേൾക്കാറുള്ളത് പഴയ പാട്ടുകളാണ്, പുതിയ പാട്ടുകളല്ല. എൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറില്ല. അത് ഞാൻ കേൾക്കുന്നത് പഴയ പാട്ടുകളാണ്. പിന്നെ വേറൊരു കാരണമുണ്ട്. നമ്മൾ ഈ പുതിയ പാട്ടുകൾ ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല. എത്രയോ നല്ല പാട്ടുകൾ ഇവിടെ പുതിയ ആൾക്കാർ വന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എം ജയചന്ദ്രൻ ചേട്ടനാവട്ടെ, ബിജിപാല ആവട്ടെ, അങ്ങനെ വന്നിട്ടുള്ള ഇതിലിപ്പോൾ ജോൺസൺ മാസ്റ്റർ ആവട്ടെ, ഇപ്പോൾ അവരിപ്പോൾ ഓൾഡിലേക്ക് പോയി. അതായത് അവരുടെ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അവർ അതൊക്കെ മധുരങ്ങളായി. അതുപോലെ ഇവരുടെ ഒരു കാലം അല്പം കൂടി കഴിയുമ്പോൾ ഇത് മധുരമാവും. അതായത് ഇവരൊക്കെ എത്രയോ നല്ല പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ, ഒരാളെ എടുത്തു പറയുന്നില്ല, എല്ലാ ആളുകളും ചെയ്തിട്ടുള്ള നല്ല പാട്ടുകളാണ്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഞാൻ പറയും, പഴയ പാട്ടുകളെ കുറിച്ച് ഈ ആൾക്കാർ ഘോരഘോരം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ആകെപ്പാടെ ഒരു മീഡിയമേ ഉള്ളൂ, ആകാശവാണി എന്ന് പറഞ്ഞൊരു മീഡിയം. ഞങ്ങളുടെ തലമുറയ്ക്ക് വേറെ ഒരു എന്റർടൈൻമെന്റ് മീഡിയവും ഇല്ല. ഇനി ഇത് അതല്ലെങ്കിൽ ഒരു ബെഡ് ടൈപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് കാസറ്റ് കേൾക്കാം. അത് ആ പെർട്ടിക്കുലർ സിനിമയുടെ അതിനകത്ത് 8-10 പാട്ടുകളുള്ളൂ. അങ്ങനത്തെ ഒരു കാസറ്റിനകത്ത് ഇട്ട് കേൾക്കാം. അത് ലക്ഷറി ആണ്. അത് ഒരു വീട്ടിൽ ടേപ്പ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു പാനസോണിക്കോ അല്ലെങ്കിൽ ഒരു ബെഡ് ടൈപ്പോ ഉള്ളത് ലക്ഷറി ആയിരുന്ന കാലത്താണ് ഞങ്ങളുടെ ബാല്യം, ഞങ്ങളുടെ ബാല്യകൗമാരങ്ങൾ. അപ്പോൾ അക്കാലഘട്ടത്തിൽ ഈ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ അത്താണി, അതായത് എന്റർടൈൻമെന്റിന്റെ ഇത് കംപ്ലീറ്റ് റേഡിയോ ആയിരുന്നു. ആ റേഡിയോ കാലഘട്ടത്തിൽ ഉള്ള എന്ന് വെച്ചാൽ അവിടുന്ന് ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം ചുരുക്കം ഒരു വർഷം. അപ്പോൾ അതിനകത്തെ എല്ലാ പാട്ടുകളും കേൾക്കുകയും പിന്നെയും കേൾക്കുകയും റിപ്പീറ്റ് കേൾക്കുകയും, ആകാശവാണി അത് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ കേട്ടേ മതിയാവും, നിങ്ങൾക്ക് സ്വിച്ച് മാറ്റി വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, അത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ട് അത് നമ്മുടെ മനസ്സിൽ പതിയാണ്. പിന്നെ അത് അവിടുന്ന് പോവില്ല. അതാണ് ആ പഴയ പാട്ടുകളുടെ കാര്യം.